പുഴുങ്ങലരി കൊണ്ട് ഇതേപോലെ ചെയ്ത് വെക്കുക വെച്ചാൽ രാവിലെ എളുപ്പമാണ് കേട്ടോ. ഞാനിവിടെ റേഷൻ കടയിലത്തെ അരി എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. റേഷൻ കടയിലത്തെ അരിയുണ്ട്, പിന്നെ പൊന്നി അരിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷൻ കടയിലത്തെ അരി കൊണ്ട് മാത്രം ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 കിലോ പച്ചരിയാണ്. ഇതൊരു 1 കിലോൻ്റെ അളവിലാണ് കേട്ടോ ഈ ഒരു പാട്ട വരുന്നത്. അപ്പോൾ ഇതാ 1.5 കിലോ പച്ചരി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പച്ചരി നമുക്കിപ്പോൾ കുത്തനൊന്നും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയില്ലേ അത് ചതച്ച് ചേർത്തിന് കേട്ടോ. വെളുത്തുള്ളി ഒരു 2-3 അല്ലി മാത്രം മതിയാവും. അത് ചതച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുത്തം കയറുകയില്ല. എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 കിലോ പൊന്നി അരി എടുക്കുക. ഏതരി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 കിലോ റേഷൻ കടയിലത്തെ പുഴുങ്ങലരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 1.5 കിലോ പച്ചരിക്ക് ഞാനിപ്പോൾ ഇവിടെ 3 കിലോ പുഴുങ്ങലരിയാണ് കേട്ടോ എടുത്തത്. പൊന്നിയരിയും കൂട്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. സുറുക്കല്ലേ അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഒരു പശർമയൊക്കെ ഇല്ലേ അതൊക്കെ പോയി കിട്ടും. എന്നിട്ടൊരു 2, 3, 4 തവണ കഴുകിയെടുക്കുക. നല്ലോണം തന്നെ കഴുകിയിട്ട് ഞാൻ ഊറ്റി വെച്ചതാണിത്. ഇത് നമ്മൾ കുതിർക്കൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴുകി നല്ലോണം ഊറ്റിയെടുക്കുക. എന്നിട്ട് വെള്ളം ഒന്ന് ചെറുങ്ങനെ വാർന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മളിത് വെയിലത്തിട്ട് ഉണക്കേ ഒന്നും വേണ്ട കേട്ടോ. ഫാനിൻ്റെ ഒട്ടിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വെള്ളം നല്ലോണം വാർന്നു പോയാൽ തന്നെ പൊടി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് മില്ലിൽ കൊണ്ടുപോയിട്ട് ഓരോട് പറയുക കുറച്ച് തരിയോടൊക്കെ തന്നെ പൊടിച്ച് തരാൻ പറയുക. അധികം തരി വേണ്ട. അധികം തരി വന്നാൽ പുട്ടിനുള്ള ഒരു പാകത്തിനായിട്ട് വരും കേട്ടോ. കുറച്ചൊരു തരിയോടെ കൂടിയിട്ട് പൊടിച്ചെടുത്ത് തരാൻ പറയാം. അപ്പം നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടത്. അപ്പോൾ ഞാൻ പൊടിച്ചിട്ടിപ്പോൾ ഒരാഴ്ച ആയി. അപ്പോൾ ഇത് പകുതി കഴിഞ്ഞിട്ടോ. ഇത് ഫുള്ളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ പൊടിയാണ് കേട്ടത്. ഞാൻ ഇതിൽ നിന്നിപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് പൊടിക്കാൻ കൊടുക്കലും ഉണക്കാൻ വെക്കലൊക്കെ. കുറച്ചാണുള്ളൂ, കുറച്ചും കൂടി ആവുള്ളൂ കേട്ടോ. കഴിയാനായി ഏകദേശം. അപ്പോൾ നിങ്ങൾ അഥവാ തരി കൂടുതലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് പത്തിരി ചുട്ടാലും മതിയാവും കേട്ടോ. അധികം നല്ല തിളച്ച വെള്ളം ആവേണ്ട. കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് നല്ല അടിപൊളി പത്തിരിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ പറഞ്ഞിരുന്നത്. പിന്നെ എൻ്റെ വീഡിയോയിൽ കുറച്ച് സംസാരം കൂടുതലാണെന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ തീരെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ.